വെൽക്കം ബാക്ക് ടു വൈകാസ് തള്ളുകടി. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലേ. നമ്മുടെ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ബാഹുബലി 2 ദ കൺക്ലൂഷൻ റിലീസായിട്ട്. അപ്പൊ അത് കണ്ടിട്ട് ആ ഒരു എന്താ പറയാ വലിയൊരു സസ്പെൻസ് പൊട്ടിച്ച ത്രില്ലിലാണ് ഉള്ളത്. എന്നാലും എന്റെ കട്ടപ്പ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചു പോവാണ്. രാവിലെ തിയേറ്റർ റിയാക്ഷൻ എടുക്കാനായിട്ട് അപ്സര തിയേറ്ററിൽ പോയിരുന്നു. അപ്പോൾ അവര് ഫിലിം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെക്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് ഡോറ് തുറക്കുന്നുണ്ട് എന്തോ ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് ആ ഫിലിമിനുള്ള കുറേ മ്യൂസിക് BGMs ഒക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക പുറത്ത് നിൽക്കുന്നത് നമുക്കോട് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കണം. നമുക്ക് ഇത് എടുത്തിട്ട് വേണം അടുത്ത നമുക്ക് ഷോക്കിൽ കയറാനും കാണാനുള്ള. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടി ഫിലിം കണ്ടാൽ മതി എന്നുള്ളൊരു ആ ഒരു ആകാംക്ഷ. സീറ്റില്ലാന്ന് പറയുമ്പോൾ ചേട്ടാ വേണ്ട സീറ്റ് വേണ്ട ഞങ്ങൾ നിന്നായിട്ട് കണ്ടോളാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ശരിക്കും. ആ ഒരു ഫിലിമിൻ്റെ അവിടെയുള്ള ആൾക്കാർ, പിന്നെ അവരുടെ ഇറങ്ങി വരുന്നവരുടെ അഭിപ്രായം, പിന്നെ അവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ഡോറ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്ന മ്യൂസിക് എല്ലാം കൂടി കൊണ്ടിട്ട് തന്നെ ഇത്രയും നാളെ നമ്മൾ കാത്തിരുന്നത് വെറുതെ ആയിട്ടില്ല എന്ന് തന്നെ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഫിലിം മൊത്തത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അതുപോലെ ഇതിനകത്ത് ബാഹുബലിക്കോ പിന്നെ കട്ടപ്പയ്ക്കോ കട്ടപ്പ പിന്നെ റാണ അവരൊക്കെ മാത്രമാണ് പൊളിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, ഇതിനകത്ത് ദേവസേനയ്ക്ക് അതായത് നമ്മുടെ അനുഷ്കയ്ക്കും വലിയൊരു റോളുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേ ഭാഗങ്ങളിലൊക്കെ അനുഷ്കയാണ് ഹീറോ. മഹേന്ദ്ര ബാഹുബലിയായിട്ട് പെട്ടെന്ന് അമരേന്ദ്ര ബാഹുബലിയായിട്ട് മാറുന്ന പ്രഭാസിന്റെ ലുക്കായാലും അതുപോലെ തന്നെ ആ ബോഡി ലാംഗ്വേജ് ആയാലും ആ ഒരു എന്താ പറയുക രണ്ട് ക്യാരക്ടറാണല്ലോ, മൊത്തത്തിൽ നമ്മൾ അതിശയിപ്പിക്കും. നമ്മുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇത്രയും എന്ന് വരും റിലീസ് എന്നാണ് വേഗം എത്തണം കാണണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തതും അങ്ങനെ ഓടി നടന്ന് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിരുന്ന ആരാധകരുള്ള വേറൊരു സിനിമ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഇടം നേടാൻ ബാഹുബലിക്ക് യോഗ്യത ഉണ്ട് എന്ന് വേണം പറയാനായിട്ട്. ആദ്യ പാർട്ടിനേക്കാളും ഒരുപാട് മുന്നിലാണ് രണ്ടാം ഭാഗം. കാരണം അതിനകത്ത് എന്താ പറയുക VFX ആണെങ്കിലും പിന്നെ അതിനകത്തുള്ള സ്റ്റോറി ആണെങ്കിലും ഓരോ കഥാപാത്രത്തിൻ്റെ ചേഞ്ച് ആണെങ്കിലും അവരുടെ അവതരണം ആണെങ്കിലും പിന്നെ എന്താ പറയുക ഫുൾ ആ ഒരു യുദ്ധങ്ങൾ കാണിക്കുന്നത് എല്ലാ സംഭവം. പിന്നെ ദേവസേനയുടെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അതിനകത്ത് അനുഷ്ക അതിനകത്ത് ശരിക്കും തകർത്തു. ഒരു എന്താ പറയുക ഒരു പെൺപുലി എന്നൊക്കെ പറയുന്ന രീതിക്കായിരുന്നു അനുഷ്കയുടെ ഓരോ ആക്ഷൻസും അതിൻ്റെ ഉള്ളിൽ. പിന്നെ റൊമാൻസ് ഉണ്ട്, ഫാമിലി കുറേ സംഭവങ്ങൾ കാണിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഈ പാർട്ട് 1 ഒരുപാട് മികച്ചതായി എന്നുള്ളതാണ് ഈ ഫിലിമിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് പാർട്ടിൽ തമന്നയ്ക്ക് കുറച്ച് എന്താ പറയുക ഒരുപാട് പരിചയമായിട്ടുള്ള സീൻസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുറവാണ്, വലിയ പ്രാധാന്യമില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും തകർത്തുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ കഥാപാത്രം, ഇപ്പോൾ പ്രഭാസ് ആണെങ്കിലും അനുഷ്കയാണെങ്കിലും തമന്നയാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എല്ലാവർക്കും അവരുടെ കരിയറിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മികച്ച കഥാപാത്രം അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയാനായിട്ട് ഏറ്റവും എടുത്തു വെക്കാവുന്ന ഒരു ചിത്രമാണ് ബാഹുബലി. അനുഷ്കയോടുകൂടി തന്നെ ചേർത്ത് നിർത്തേണ്ട ഒരാളാണ് രമ്യ കൃഷ്ണനും. അതായത് നമ്മുടെ ഫസ്റ്റിൽ തന്നെ രമ്യ കൃഷ്ണന്റെ സീൻസ് ആ ഒരു കട്ടപ്പ എന്നുള്ള സീൻസും അവരെന്താ പറയുക ഒരു പ്രൗഢിയോടി വരുന്ന ഒരു നടത്തം ആ ഒരു ആക്ഷൻ എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ടിനകത്ത് രമ്യ കൃഷ്ണൻ അനുഷ്കയോട് പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് BGMമാണ്. ഓരോ സീൻസിൻ്റെ BGM കേട്ട് നമ്മളിങ്ങനെ കോരിത്തിരിച്ചിരിക്കുക പറയില്ലേ, അങ്ങനെ തന്നെ ഇരിക്കും. ചിലത് പെട്ടെന്നായിരിക്കും വരിക, ചിലത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പം നമുക്കത് ആ ഒരു മ്യൂസിക് കേട്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടാൻ തുടങ്ങും. ഓരോ ആ യുദ്ധ സമയത്താണെങ്കിലും പിന്നെ നല്ല ഹെവി സീൻസിലൊക്കെ ആയിട്ടുള്ള മ്യൂസിക്കിൻ്റെ BGM അതൊരു രക്ഷയില്ലാത്ത രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫിലിം രണ്ടാമത്തെ ബാഹുബലിൻ്റെ റിലീസിനോടനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ അന്ന് ബാഹുബലി 1 കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പരസ്പരം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫ്രണ്ട്സായിട്ട് നമ്മൾ പറഞ്ഞാണെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ കുറേ കഥകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്റ്റോറീസൊക്കെ സ്ട്രൈക്കായിട്ട് അതങ്ങനെ ആലോചിച്ച് നോക്കി, ഇങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്ന് പല സമയത്തും ആലോചിച്ച് നോക്കി. പക്ഷേ അങ്ങനെ ആണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്താ പറയുന്നത് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചിന്തിച്ച് കൂട്ടിയതൊക്കെ വെറുതെ ആയി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി പോകുമെന്ന് ചിന്തിക്കുക. ആ ഒരു നമ്മൾ ചിന്തിച്ചതിൻ്റെയോ അല്ലെങ്കിൽ പലരും പറഞ്ഞതിൻ്റെ ഒന്നും 7 അയലത്തെത്താത്ത രീതിക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇപ്പം ഇവർ ആരെങ്കിലും തന്നെ ചിലരുണ്ടാവുമല്ലോ പോയി കണ്ടിട്ട് ഞാനെന്ന് പറഞ്ഞ മാതിരി വാട്സപ്പിലോ അല്ലെങ്കിൽ വിളിച്ചിട്ടൊക്കെ ഇതാണ് സസ്പെൻസ് എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ ഒരിക്കലും ചെയ്ത് പക്ഷേ അങ്ങനെ വല്ല വഴിക്കും അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ആ ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തിയേറ്ററിൽ പോയി നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് അത് ഒരു വിധത്തിൽ ബാധിക്കില്ല എന്നുള്ള രീതിക്കാണ് ഈ ഫിലിമിൻ്റെ കഥ.
ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബാഹുബലി. അത് ഇന്നത്തെ ബാഹുബലി 2 കൂടി കണ്ടതിന് ശേഷം എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടാവും, കണ്ടവർക്ക് ഉറപ്പിച്ചിട്ടുണ്ടാവും, ഞാനും എന്തായാലും ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഇത്ര എന്താ പറയുക സാഹസികത നിറഞ്ഞ ഇതിഹാസ ചിത്രം നമുക്ക് തന്ന രാജമൗലിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ ഫിലിമിലും കാണിക്കുന്ന പോലെ ചിലരെങ്കിലും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻസ് പറയുക, വാട്സപ്പിൽ സസ്പെൻസ് പൊട്ടിക്കുക, അവിടെ പറയുക ഇവിടെ പറയുക വന്ന് പറയുന്ന ആ പരിപാടി ചെയ്യരുത്. കാരണം ഇത്രയും നാൾ കാത്തിരുന്ന ഈ ചിത്രം നേരിട്ട് കണ്ട് തന്നെ അത് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഫീൽ അറിയണം. പിന്നെ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി പിന്നെ കാണാൻ നമുക്ക് ആ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇത്രയും 1.5 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയിപ്പോൾ. അപ്പോൾ എല്ലാവരും ഫിലിം പോയി കണ്ടിട്ട് വരിക, അഭിപ്രായം പറയാം. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഇതൊരു ഞെട്ടലൊന്നും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കും. ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ.